വളരെ വർഷങ്ങൾ മുമ്പേ തൊട്ടേ കേരളത്തിൽ നിന്ന് കുടിയേറ്റമുണ്ട്. മലയായിലോട്ട്, സിംഗപ്പൂരിലോട്ട്, ശ്രീലങ്കയിലോട്ട്, പിന്നെ ഗൾഫ് രാജ്യങ്ങളിലോട്ട് കുടിയേറ്റം പല രീതിയിലുണ്ട്. ഇത് ഗൾഫിലേക്ക് ആളുകൾ കുറച്ച് സമയത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ചില രാജ്യങ്ങളിലേക്ക് അവർ സ്ഥിരമായിട്ട് പോകുന്നു, തിരിച്ചു വരുന്നില്ല. അവരവിടെ പോയി അവിടെ സെറ്റിലാകുന്നു. കേരളത്തെ സംബന്ധിച്ച് ഈ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമാണോ, അതോ അതിപ്പം വർദ്ധിച്ചിട്ടുണ്ടോ? ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് എങ്ങനെ പറയാം? തീർച്ചയായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. പ്രൊഫസർ ബ്ലസൻ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ മുംബൈ, കൊൽക്കത്ത, ഡൽഹി, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, പിന്നീട് അതിനുശേഷം വെസ്റ്റേൺ കൺട്രീസ്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഇതിൻ്റെ നമ്പർ ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വായിച്ചു ഒരു കണക്കിങ്ങനെയാണ്, 25 ലക്ഷം പേര് ഓരോ വർഷവും നിയമപരമായും അല്ലാതെയും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കോവിഡിന് തൊട്ട് മുൻപ്. തീർച്ചയായും അതിനുശേഷം ഈ നമ്പേഴ്സ് മാറിയിട്ടുണ്ടാവും. കോവിഡിന് മുമ്പുള്ള കണക്ക് തന്നെ 35,000+ വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം 7.5% എന്നൊക്കെയാണ് ചില കണക്കുകൾ പറയുന്നത്. മൈഗ്രേറ്റ് ചെയ്ത് എല്ലാ വർഷങ്ങളിലും പോകുന്നുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും ഒരാളെങ്കിലും മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 45 ലക്ഷത്തോളം മൈഗ്രേറ്റഡ് ആൾക്കാരുണ്ടെന്നും ചില കണക്കുകളൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം ഈ മൈഗ്രേഷൻ ഇപ്പം ഈ ഗൾഫിൽ നിന്നും ഒരു ബിഗ് ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ എല്ലാ സൺഡേസിലും അവിടെ നിന്നും ഫെയർവെൽ നടത്തിയ വെസ്റ്റേൺ കൺട്രീസിലോട്ട് ആൾക്കാർ പോകുന്നുണ്ട്. സോ UK-യും കാനഡയും ജർമ്മനിയും ഒക്കെ നമ്മൾ കേരളത്തിൽ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്, ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾ കേരളത്തിലാണ്. ജർമ്മനി നിങ്ങളെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഓസ്ട്രേലിയ കാത്തിരിക്കുന്നു. അപ്പം ഒരു സ്റ്റുഡൻറ് മൈഗ്രേഷൻ ബൂം ഭയങ്കരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് 2024 ശേഷം ഈ ട്രെൻഡ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഒരു കണക്ക് എന്നെ വളരെ ചിന്തിപ്പിച്ചത്, ഈ മൈഗ്രേഷൻ്റെ ഏജും കുറയുന്നുണ്ട്. 17 വയസ്സ് മുതൽ ആൾക്കാർ 17 to 25 ഏജ് ഗ്രൂപ്പ് നന്നായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ കേരള എക്കണോമിയുടെ സ്റ്റിൽ ദ ബാക്ക് ബോൺ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മൈഗ്രേഷൻ ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റും കൂടെ നമ്മുടെ സംസ്ഥാനമാണ്. ഇതൊരു റിയാലിറ്റിയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്.